മകം, പൂരം, ഉത്രം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതം തന്നെ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഗതിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും ചില അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യത്തിലൂടെയുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ചിന്തിച്ചാൽ പോലും നിങ്ങൾക്ക് ആ കാര്യങ്ങളെപ്പറ്റിയൊന്നും വ്യക്തമായ ഒരു ധാരണയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ 9-ാം തീയതി ചൊവ്വാഴ്ച ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അതിപ്രാധാന്യമറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ സെപ്റ്റംബർ മാസം 9-ാം തീയതി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ സെപ്റ്റംബർ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമാകുന്നത് നിങ്ങൾക്ക് ത്രിഗ്രഹി യോഗം സിദ്ധിക്കുന്നതിനാലാണ്. മാത്രമല്ല, സാക്ഷാൽ മഹാദേവന്റെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ദിവസം വളരെയധികമായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ മാസം 9-ാം തീയതി ത്രിഗ്രഹി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുകൂലമായ മാറ്റങ്ങളും ഈ ത്രിഗ്രഹി യോഗത്താൽ വന്നു ചേരുമെന്നതാണ് ഫലത്തിൽ കാണുന്നത്. എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും കുറച്ച് നാളുകളായി ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള സന്തോഷവും അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ചെയ്യുവാൻ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യതടസ്സം നിലനിൽക്കുകയും നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഒന്നും തന്നെ ഒരു കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാത്ത അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പല വിധത്തിലുള്ളവയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മനസമാധാനം ഇല്ലാത്ത ഒരു ജീവിത അന്തരീക്ഷത്തിലൂടെയാണ് പല ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വന്നു ചേരുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിഗ്രഹി യോഗം കൊണ്ട് വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ 9-ാം തീയതി ചൊവ്വാഴ്ച മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് പുതിയ ഒരു കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കുവാനും അതോടൊപ്പം തന്നെ പല ആളുകൾക്കും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങൾ ഫലത്തിൽ കാണുവാനുള്ള യോഗവും ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ മനസ്സിനെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. അതായത് ആ ഒരു കാര്യത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ മറ്റൊരു വ്യക്തികളോടും നിങ്ങൾക്ക് പറയുവാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കാരണം ആ ഒരു വിഷമം അഥവാ ആ ഒരു ദുഃഖം നിങ്ങളെ അത്രയധികം അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിലും
അത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോട് പറയുവാനോ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം ഭഗവാൻ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം മഹാദേവന്റെ കടാക്ഷവും ത്രിഗ്രഹി യോഗവും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിനെ ദുഃഖത്തിലാഴ്ത്തിയിരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ നിങ്ങൾക്ക് കഴിയുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ കാണുവാൻ കഴിയുകയും ചെയ്യും. ഇനി ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് സാമ്പത്തിക മേഖലയിലും ഈ ത്രിഗ്രഹി യോഗം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തികമായ ഒരു ഉന്നമനം കാണുവാൻ കഴിയാത്ത അവസ്ഥ കൊണ്ടും ജീവിതത്തെ എങ്ങനെയൊക്കെയോ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സാമ്പത്തികമായി ചില ഉന്നമനങ്ങളും അപ്രതീക്ഷിതമായ ധനവരവുകളും ഈ ഒരു ദിവസം പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും കച്ചവട രംഗത്തും വ്യവസായ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഇത് ലാഭം കൈകളിലേക്ക് എത്തുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പരിഹാരം കാണേണ്ട ചില കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനും ഒപ്പം തന്നെ നിങ്ങൾ കടമായി കൊടുത്ത ചില തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ ലഭിക്കുവാനുമുള്ള ഭാഗ്യവും ഈ ത്രിഗ്രഹി യോഗത്താൽ നിങ്ങൾക്ക് ഉണ്ടാകും. ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉന്നമനങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യസ്ഥിതിയിലും നിങ്ങൾക്ക് ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച ഉണ്ടാകുന്നത്. എന്തുകൊണ്ടും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബകാര്യങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഈ ത്രിഗ്രഹി യോഗം വന്നു ചേരുന്നതോടെ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ മാസം 9 ചൊവ്വാഴ്ച ത്രിഗ്രഹി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽ പിറന്ന പല വ്യക്തികൾക്കും ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരെ നിങ്ങളുടെ ഉൾമനസ്സിൽ അത്രയധികം ദുഃഖങ്ങളും ജീവിതത്തെ പറ്റിയുള്ള ആകുലതകളും കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. കാരണം ഭൂരിഭാഗം വ്യക്തികൾക്കും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മികച്ച ജീവിത സാഹചര്യത്തിലേക്ക് എത്തുവാനോ നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള യോഗം ഇതുവരെ കൈവന്നിട്ടില്ല. സാമ്പത്തികമായ ഉന്നമനങ്ങളോ ജീവിത നേട്ടങ്ങളോ മാത്രമല്ല, ഒരു മനസ്സമാധാനമുള്ള ജീവിതം പോലും പല വ്യക്തികൾക്കും ഇപ്പോഴില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായി പല അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെയും അലട്ടുന്ന പ്രശ്നം സാമ്പത്തിക പ്രശ്നവും കുടുംബ പ്രശ്നങ്ങളും തന്നെയാണ്. സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലുമുള്ള പണം നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥ. അതോടൊപ്പം തന്നെ മുൻപ് കടം വാങ്ങിയവരോട് പറഞ്ഞ സമയത്ത് തിരികെ കൊടുക്കുവാൻ കഴിയാത്തതിനാൽ വളരെയധികം ശകാരവാക്കുകളും പരിഹാസവാക്കുകളും നിങ്ങൾക്ക് അവരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിലുള്ളവർ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളും പല കുംഭം രാശിക്കാരും ഇപ്പോൾ അനുഭവിക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതിയിരുന്ന വ്യക്തികൾ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയപ്പോൾ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ലാത്ത ഒന്നാണ്. എന്നാൽ ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഈശ്വരൻ നിങ്ങളെ കൈവിടില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെയാണ് ഈശ്വര കടാക്ഷവും പ്രപഞ്ചശക്തിയുടെ കടാക്ഷവും കൊണ്ട് ഈ ത്രിഗ്രഹി യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നത്. അതിനാൽ തന്നെ ഈ സെപ്റ്റംബർ മാസം 9 ചൊവ്വാഴ്ച കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെയും പരിഹസിച്ചവരുടെയും മുൻപിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഇതിൽ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം,
ഈ സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച ചില കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് പുതിയ ചില പ്രൊജക്റ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന തരത്തിലുള്ള അനുഭവങ്ങളും, ഒപ്പം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും. ഇത് നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം എന്നതിലുപരി സാമ്പത്തികമായി ഒരു നേട്ടവും സമ്മാനിക്കുവാൻ പോകുന്ന ഒന്നായിരിക്കും. അതോടൊപ്പം തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ചിരുന്ന ചില വ്യക്തികൾക്കും ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിത നിലവാരം ഒരു പുരോഗതിയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമായിരിക്കും. ഇനി അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള നിക്ഷേപമെങ്കിലും ഈ സെപ്റ്റംബർ മാസം 9 തുടങ്ങുവാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ഭാവിയിൽ നൽകുമെന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അതിനാൽ ഒരു ചെറിയ രീതിയിലുള്ള നിക്ഷേപമെങ്കിലും നിങ്ങളാൽ കഴിയുമെങ്കിൽ ഈ ഒരു ദിവസം തന്നെ നിങ്ങൾ തുടങ്ങി വയ്ക്കുക. അത് സ്വർണമായോ പണമായോ ആകാം. എന്തു തന്നെ ആയിരുന്നാലും അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ വലിയ ഗുണമായിരിക്കും നൽകുന്നത്. ഇനി പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, കുംഭം രാശിയിൽ പിറന്ന മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഗുണകരമായ കാര്യങ്ങളും ഈ ഒരു ദിവസം കാണുവാൻ കഴിയും. മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ മക്കളോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിനും വളരെയധികം സന്തോഷം പകരുന്ന ഒന്നായിരിക്കും. പ്രത്യേകിച്ച് വിദേശയാത്രകൾ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ട് പല വിധത്തിലുള്ള തടസ്സങ്ങളും അനുഭവിച്ചിരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ത്രിഗ്രഹി യോഗം ഭാഗ്യമാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. പലരുടെയും ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു യോഗം നൽകുന്ന ഫലങ്ങൾ. ഇനി ആരോഗ്യ കാര്യങ്ങളിലാണെങ്കിലും കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് അനുഭവിക്കേണ്ടി വരില്ല. ചുരുക്കി പറഞ്ഞാൽ കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തെ തേടിയെത്തുന്ന ഒരു ദിവസമായിരിക്കും. ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ 9 ത്രിഗ്രഹി യോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഈ ത്രിഗ്രഹി യോഗം നിങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും സൃഷ്ടിക്കുമെങ്കിലും അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഗുണകരമായി മാത്രമായിരിക്കും വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് ഈ കർക്കിടകം രാശിക്കാരായിട്ടുള്ള പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇതുവരെ ഒരു വിധത്തിലുള്ള സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാത്തവരാണ്. വളരെ ചുരുക്കം ആളുകൾക്ക് ജീവിതത്തിൽ ശുഭകരമായ അനുഭവങ്ങളും ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം വ്യക്തികളുടെ ജീവിതവും കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് ഇപ്പോഴുമുള്ളത്. അതായത് ഓരോ ദിവസത്തെയും ജീവിതം തള്ളി നീക്കുവാനായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ പലരും അനുഭവിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇപ്പോഴുള്ള കടബാധ്യതകളിൽ നിന്നും ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് മുക്തി നേടി മനസമാധാനത്തോടെ എങ്ങനെയെങ്കിലും ജീവിക്കുവാൻ പലരുടെയും മനസ്സ് കൊതിക്കുന്നുണ്ട്. എന്നാൽ എന്തൊക്കെയോ തടസ്സങ്ങളും ദോഷകരമായ കാര്യങ്ങളും നിങ്ങളെ വിട്ടുമാറാതെ നിൽക്കുകയാണ്. ഇതിൽ പ്രധാനമായി പല കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷം വളരെയേറെ നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുവാനായി ചില വ്യക്തികൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ശത്രുദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പരിശ്രമിച്ചാലും നിങ്ങൾക്ക് പരാജയങ്ങളും ദുഃഖങ്ങളും മാത്രമേ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ നിങ്ങൾക്ക് ശത്രുദോഷം ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുദോഷത്തിൽ നിന്ന് മുക്തി നേടുവാനായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി
മുൻപൊരു അധ്യായത്തിൽ നാം പരാമർശിച്ചിട്ടുണ്ട്. അതിനാൽ ശത്രുദോഷത്തിൽ നിന്ന് മുക്തി എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ആ ഒരു പരിഹാരം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഈ ത്രിഗ്രഹി യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുകയും ചെയ്യുന്നതോടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങളും ഉയർച്ചകളും താനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരും. ഇനി പ്രത്യേകിച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം ബാധിക്കുന്നതിനാൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ 9-ാം തീയതി ചൊവ്വാഴ്ച ത്രിഗ്രഹി യോഗത്താൽ മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയും. ഒപ്പം തന്നെ വളരെയധികം മനസമാധാനവും സന്തോഷവും നിങ്ങളിൽ വർദ്ധിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ചില പരീക്ഷയൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഫലം വരുവാനായി പ്രതീക്ഷിച്ചിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം 9-ാം തീയതി വളരെ ഗുണകരമാണ്. ഇനി ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജന്മദിനം ഈ സെപ്റ്റംബർ 9-ാം തീയതി ചൊവ്വാഴ്ച വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പ്രപഞ്ചശക്തി നൽകുന്ന ഒരു ശുഭസൂചനയായി തന്നെ കണക്കാക്കാം. അതായത് ഈ സെപ്റ്റംബർ 9 മുതലുള്ള അടുത്ത ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുടെയും നേട്ടങ്ങളുടെയും സമയമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ സെപ്റ്റംബർ 9-ാം തീയതി ചൊവ്വാഴ്ച സൃഷ്ടിക്കപ്പെടുന്ന ത്രിഗ്രഹി യോഗം മഹാഭാഗ്യമായാണ് വരുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.